ഹായ് ഫ്രണ്ട്സ്, ബീവിൻ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ പോകുന്നത് അതിമനോഹരവും വളരെ വിസ്മയിപ്പിക്കുന്നതുമായ ഒരു കാഴ്ചയിലേക്കാണ് നമ്മൾ പോകുന്നത്. തിരുവനന്തപുരത്തെ കിഴക്കേക്കോട്ടയിൽ തെക്കേ നടയിൽ സ്ഥിതി ചെയ്യുന്ന സുനിൽ വാക്സ് മ്യൂസിയത്തിലേക്കാണ് നമ്മൾ ഇന്ന് പോകുന്നത്. ഇന്ത്യയിലെ പ്രശസ്തരായ രാഷ്ട്രീയ കലാ കായിക രംഗത്തുള്ളവരുടെ ജീവൻ തുടിക്കുന്ന മെഴുകു പ്രതിമകളുടെ ഒരു വിസ്മയ കാഴ്ച തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. 100 രൂപ ടിക്കറ്റ് നിരക്ക് കൊടുത്തു കഴിഞ്ഞാൽ വളരെ അതിമനോഹരമായ ദൃശ്യങ്ങൾ തന്നെ ഇവിടെ കാണാം. ചുവരുകളിലെ അതിമനോഹരമായ ഛായാചിത്രങ്ങൾ കൊണ്ടും മനോഹരമായ കാഴ്ചയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ടിക്കറ്റ് കാണിച്ച് നമ്മൾ അകത്തേക്ക് പ്രവേശിക്കുമ്പോൾ തന്നെ ആദ്യം കാണുന്നത് മഹാത്മാഗാന്ധിജിയുടെ ജീവൻ തുടിക്കുന്ന പ്രതിമയാണ് കാണുന്നത്. അതുപോലെ തന്നെ മനോഹരമായ ചുവർ ചിത്രങ്ങൾ നമുക്കവിടെ കാണാം. കനകക്കുന്ന് കൊട്ടാരത്തിൻ്റെ ചുവർ ചിത്രവും അതേപോലെ ശ്രീചിത്ര തിരുനാൾ ബാലരാമവർമ്മയുടെ ചിത്രവും നമുക്ക് കാണാനായിട്ട് പറ്റുന്നു. മഹാത്മാഗാന്ധിജിയുടെ പ്രതിമ കഴിഞ്ഞാൽ അടുത്ത മുറിയിൽ നമ്മൾ കാണുന്നത് ഇന്ത്യൻ രാഷ്ട്രീയ ചരിത്രത്തിലെ ഏറ്റവും പ്രശസ്തരായ 2 രാഷ്ട്രീയ നേതാക്കളുടെ പ്രതിമകളാണ് കാണുന്നത്. സർദാർ വല്ലഭായ് പട്ടേലിൻ്റെയും ജവഹർലാൽ നെഹ്റുവിൻ്റെയും പ്രതിമയ്ക്ക് അടുത്ത് തന്നെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ മറ്റൊരു പ്രധാന വ്യക്തിയായ അണ്ണാ ഹസയുടെ പ്രതിമയും സ്ഥാപിച്ചിരിക്കുന്നത്. ഉത്രാടം തിരുനാൾ മാർത്താണ്ഡവർമ്മയുടെ ചിത്രവും നമുക്കവിടെ കാണാനായിട്ട് പറ്റുന്നു. ജവഹർലാൽ നെഹ്റുവിൻ്റെ പ്രതിമയോട് ചേർന്ന് തന്നെയാണ് ഈ രാജ്യത്തിൻ്റെ അഭിമാനമായി മാറിയ അഭിനന്ദൻ വർത്തമാൻ്റെ ഇന്ത്യൻ ഫൈറ്റർ പൈലറ്റായ അഭിനന്ദൻ വർത്തമാൻ്റെ പ്രതിമയും വളരെ ഭംഗിയോടുകൂടി തന്നെ ഇവിടെ നിർമ്മിച്ചിട്ടുണ്ട്. ഇന്ത്യ പാക് യുദ്ധത്തിൽ പങ്കെടുത്തിട്ടുള്ള അഭിനന്ദൻ വർത്തമാൻ്റെ പ്രതിമ ഒരു ഫൈറ്റർ പൈലറ്റിൻ്റെ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. അതിൻ്റെ അടുത്തായിട്ട് ഷിർജി സായിബാബയുടെ കിടക്കുന്ന വളരെ ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഒരു പ്രതിമ വളരെ മനോഹരമായിട്ട് തന്നെ നിർമ്മിച്ച് അവിടെ വച്ചിരിക്കുന്നത്. അവിടെ നിന്ന് നമ്മൾ അടുത്ത മുറിയിലേക്ക് പോയാൽ നമ്മളെ സ്വീകരിക്കുന്നത് പ്രകാശ് രാജാണ്. സിനിമാടൻ പ്രകാശ് രാജിൻ്റെ പൂർണ്ണമായ പ്രതിമയാണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ ഇന്ത്യൻ രാഷ്ട്രീയത്തിലെ രാഷ്ട്രീയ നവോത്ഥാന നേതാക്കളുടെ പ്രതിമകളാണ് ഇവിടെ ഈ സ്ഥാപിച്ചിരിക്കുന്നത്. ഇവിടെ രാജീവ് ഗാന്ധിയുടെയും അതേപോലെ ഇന്ദിരാഗാന്ധിയുടെയും പ്രതിമകൾ കാണാം. ഇന്ദിരാഗാന്ധി ഔദ്യോഗികമായ ഒരു ഇരിപ്പിടത്തിൽ ഇരിക്കുന്നതായിട്ടും രാജീവ് ഗാന്ധി നിൽക്കുന്നതുമായ ഒരു പ്രതിമയാണ് ഇവിടെ കാണുന്നത്. ഇതിൻ്റെ അടുത്തായിട്ട് തന്നെ ശ്രീ രവിശങ്കറിൻ്റെയും മന്നത്ത് പത്മനാഭൻ്റെയും ശ്രീനാരായണ ഗുരുദേവൻ്റെയും പ്രതിമകൾ അടുത്തടുത്തായിട്ട് തന്നെ നമുക്ക് കാണാനായിട്ട് പറ്റും. ശ്രീനാരായണ ഗുരു ഒരു പീഠത്തിൽ ഇരിക്കുന്നതായിട്ടും അതേപോലെ ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ നിൽക്കുന്നതുമായ പ്രതിമകളാണ് ഇവിടെ സ്ഥാപിച്ചിരിക്കുന്നത്. ഫ്രാൻസിസ് മാർപ്പാപ്പയുടെ പ്രതിമ വിശ്വാസികളെ അനുഗ്രഹിക്കുന്ന രീതിയിൽ കൈകൾ ഉയർത്തിയാണ് ഇവിടെ ഈ പ്രതിമ നിർമ്മിച്ചിരിക്കുന്നത്. രവീന്ദ്രനാഥ ടാഗോറിൻ്റെ പ്രതിമയും അവിടെ സ്ഥാനം പിടിച്ചിട്ടുണ്ട്. അതിനോടൊപ്പം ചുവർ ചിത്രമായിട്ട് വളരെ ഭംഗിയോടെ മൂലം തിരുനാൾ രാമവർമ്മയുടെ ചുവർ ചിത്രവും അവിടെ നമുക്ക് കാണാൻ സാധിക്കുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ പ്രതിമയാണ് നമ്മൾ ഇവിടെ ഈ കാണുന്നത്. ദാദാ സാഹേബിൻ്റെ പ്രതിമയും നമുക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നു. ജസ്റ്റിസ് VR കൃഷ്ണയ്യരുടെ സമീപത്തായിട്ട് തന്നെയാണ് ദാദാ സാഹേബിൻ്റെ പൂർണ്ണമായ പ്രതിമ സ്ഥാപിച്ചിരിക്കുന്നത്. ഡോക്ടർ അംബേദ്കറുടെയും അതേപോലെ ശ്രീരാജ രവിവർമ്മയുടെയും പ്രതിമകൾ നമുക്കിവിടെ കാണാനായിട്ട് പറ്റുന്നു. ശ്രീ രാജവർമ്മ പ്രതിമയോട് ചേർന്ന് തന്നെ അദ്ദേഹം വരച്ച പ്രശസ്തമായ ചിത്രവും ആ പ്രതിമയ്ക്ക് അടുത്ത് തന്നെ വച്ചിട്ടുണ്ട്. തിരുവിതാംകൂർ മഹാരാജാവായിരുന്ന ശ്രീ ബാലരാമവർമ്മയുടെ പൂർണ്ണമായ മെഴുകു പ്രതിമയാണ് നമ്മളിവിടെ ഈ കാണുന്നത്. നമ്മൾ അടുത്ത കാണുന്നത് ഇന്നസെൻ്റെയും അതേപോലെ ദുബായ് ഭരണാധികാരി മുഹമ്മദ് ബിൻ റഷീദ് അൽ മുക്തത്തിൻ്റെയും ബാഹുബലി അതേപോലെ സച്ചിൻ ടെണ്ടുൽക്കറുടെ വിരാട് കോഹ്ലിയുടെയൊക്കെ വളരെ മനോഹരമായ ജീവൻ തുടിക്കുന്ന പ്രതിമകളാണ് നമുക്ക് ദർശിക്കാൻ സാധിക്കുന്നത്. സച്ചിൻ ടെണ്ടുൽക്കറിൻ്റെ ഈ പ്രതിമ, ഈ മെഴുകുതിരി പ്രതിമ ശരിക്കും നമ്മളെ ആരെയും വിസ്മയിപ്പിക്കുന്ന രീതിയിൽ ശരിക്കും ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹം ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നതായിട്ടുള്ള ഈ പ്രതിമ നമുക്ക് കാണുമ്പോൾ തോന്നുന്നത്. സച്ചിൻ്റെ പ്രതിമയുടെ അടുത്ത് തന്നെയാണ് ബാഹുബലി സിനിമയിലെ ബാഹുബലിയുടെ പ്രതിമ അനാച്ഛാദന അവിടെ ചെയ്തിരിക്കുന്നത്. ബാഹുബലി സിനിമയിലെ നല്ലൊരു ചുവർ ചിത്രം തന്നെ ബാഹുബലിയുടെ പ്രതിമയ്ക്ക് പിന്നിലായിട്ട്
ഒരുക്കിയിട്ടുണ്ട്. സച്ചിൻ്റെ പ്രതിമയ്ക്ക് സമീപമായിട്ട് തന്നെയാണ് വിരാട് കോഹ്ലിയുടെയും പൂർണ്ണമായ പ്രതിമ അവിടെ ഒരുക്കിയിരിക്കുന്നത്. ജീവനുള്ള പോലെ തന്നെ നമുക്ക് തോന്നുന്ന രണ്ട് പ്രതിമകളാണ് സച്ചിൻ്റെയും അതേപോലെ വിരാട് കോഹ്ലിയുടെയും ഇവിടെ കാണുന്ന പ്രതിമ. ലോക ഫുട്ബോൾ ഇതിഹാസം മറഡോണയുടെ പ്രതിമയെ നമുക്കവിടെ കാണാം. ഹിന്ദി സിനിമയിലെ പ്രശസ്തരായ സൽമാൻ ഖാൻ്റെയും കരീന കപൂറിൻ്റെയും അതേപോലെ റാണ ഡഗ്വതിയുടെയും പ്രതിമകൾ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചു വച്ചിരിക്കുന്നത്. ഹൗസ് ബോട്ടിൻ്റെ പശ്ചാത്തലം ഒരുക്കിയിട്ടുള്ള ചുവർ ചിത്രവും കൂടി കാണുമ്പോൾ വളരെ അതിമനോഹരമായിരിക്കുന്നു. ഈ കാണുന്നത് വെങ്കടേഷിൻ്റെ പ്രതിമയാണ്. ശരിക്കും പറഞ്ഞാൽ വളരെ ഭംഗിയോട് തന്നെ നല്ല ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെയാണ് അദ്ദേഹത്തിൻ്റെ പ്രതിമയും ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. സിനിമാ നടൻ ജയൻ്റെ പ്രതിമയാണ് നമ്മളിവിടെ ഈ കാണുന്നത്. വളരെ മനോഹരമായിട്ട് തന്നെയാണ് ആ പ്രതിമ ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. അതിനോട് ചേർന്ന് തന്നെ നമ്മുടെ എല്ലാവരുടെയും പ്രിയങ്കനായ സൂപ്പർ സ്റ്റാർ മോഹൻലാലിൻ്റെ ഒരു ചെയറിലിരിക്കുന്ന മുണ്ടുടുത്തിരിക്കുന്ന ഒരു പൂർണ്ണമായ ഒരു പ്രതിമയും വളരെ മനോഹരമായിട്ടുണ്ട്. സ്യൂട്ടും കോട്ടും ഇട്ട് ഒരു ചെയറിലിരിക്കുന്ന രജനീകാന്തിൻ്റെയും അതേപോലെ മുണ്ടും ഷർട്ടും നേരിയതിട്ടുകൊണ്ടുള്ള മമ്മൂട്ടിയുടെയും ഈ പ്രതിമകൾ അക്ഷരാർത്ഥത്തിൽ വളരെ മനോഹരമായിട്ട് തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഈ ചുമർ ചിത്രത്തിൽ കാണുന്നതാണ് സുനിൽ കണ്ടല്ലൂർ. ഇദ്ദേഹമാണ് ഇവിടെ ഈ പ്രതിമകളെല്ലാം നിർമ്മിച്ചിരിക്കുന്നത്. ഇവിടെയാണ് ഇന്ത്യൻ രാഷ്ട്രീയത്തിലെയും കേരള രാഷ്ട്രീയത്തിലെയും തമിഴ്നാട് രാഷ്ട്രീയത്തിലെയും അധികായന്മാരായ നേതാക്കളുടെ പ്രതിമകൾ ഇവിടെ ഉള്ളത്. VS അച്യുതാനന്ദൻ്റെയും അതേപോലെ കോടിയേരി ബാലകൃഷ്ണൻ്റെയും വളരെ മനോഹരമായ രീതിയിൽ തന്നെയാണ് ഇവിടെ ഈ പ്രതിമകൾ നിർമ്മിച്ചിരിക്കുന്നത്. അതേപോലെ തന്നെ തമിഴ്നാട് മുൻ മുഖ്യമന്ത്രിമാരായ ജയലളിതയുടെയും MGRൻ്റെയും പ്രതിമകളും വളരെ മനോഹരമായിട്ട് തന്നെ ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെയാണ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കുന്നത്. രണ്ട് നേതാക്കളും കൈകൾ വീശി പൂർണ്ണമായിട്ട് നിൽക്കുന്ന പ്രതിമകളാണ് ഇവിടെ ഈ കാണുന്നത്. ഇനിയാണ് ഒറിജിനലിനെ വെല്ലുന്ന ജീവൻ തുടിക്കുന്ന ഈ പ്രതിമ നമുക്ക് കാണുന്നത്. സാക്ഷാൽ ശ്രീ നരേന്ദ്രമോദിയുടെ, നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വളരെ നല്ല രീതിയിലത്തെ നമുക്കൊരു ജീവൻ തുടിക്കുന്ന രീതിയിൽ തന്നെ അദ്ദേഹം ഓഫീസിൽ ഇരിക്കുന്ന രീതിയിലത്തെ ഒരു പ്രതിമയാണ് ഇവിടെ ഈ നിർമ്മിച്ചിരിക്കുന്നത്. നരേന്ദ്രമോദിയുടെ ഈ പ്രതിമ ഏതൊരു കാഴ്ചക്കാരെ വളരെ വിസ്മയിപ്പിക്കുകയും അതിശയിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലത്തെ പ്രതിമ തന്നെയാണ് നമുക്കിവിടെ ഈ കാണുന്നത്. ഇവിടെ വരുന്ന കാഴ്ചക്കാരിൽ ഏറ്റവും കൂടുതൽ അതിശയിപ്പിക്കുകയും അതേപോലെ വിസ്മയിപ്പിക്കുകയും ചെയ്യുന്ന ഒരു ഒറിജിനലിനെ വെല്ലുന്ന രീതിയിലത്തെ ഈ പ്രതിമ നരേന്ദ്രമോദിയുടെ പ്രതിമ തന്നെയാണെന്നുള്ളതാണ് സത്യം. അതിനോട് ചേർന്ന് തന്നെയാണ് നമ്മുടെ മുൻ രാഷ്ട്രപതി APJ അബ്ദുൽ കലാമിൻ്റെ പ്രതിമയും ഈ നരേന്ദ്രമോദിയുടെ പ്രതിമയോട് ചേർന്ന് തന്നെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. Thank you for watching.